ഓയിൽ ആൻഡ് ഗ്യാസ്, പെട്രോ കെമിക്കൽ, പവർ ജനറേഷൻ, അതോടൊപ്പം കെമിക്കൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല കരിയർ എഡ്യൂക്കേഷൻ മേഖലകളിലേക്കും വേര് ചെന്നെത്തിയ ഒരു ഫീൽഡാണ് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. പൈപ്പിംഗ് സിസ്റ്റത്തിന്റെ ഡിസൈൻ, ഡെവലപ്മെന്റ്, അതോടൊപ്പം മെയിൻ്റനൻസ് കാര്യങ്ങളിൽ പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ എന്നുള്ളത് വളരെ വിസ്താരം കൂടിയതാണ്. സോ ഇന്ന് നമുക്കിത് എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത് പൈപ്പിംഗ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ, കരിയർ, സ്കോപ്പ്, അതോടൊപ്പം ജോബ് തലങ്ങളെ കുറിച്ചാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു മെറ്റീരിയൽ അത് ലിക്വിഡ് ഫോർമാറ്റിലാണെങ്കിലും ഗ്യാഷ്യസ് ഫോർമാറ്റിലാണെങ്കിലും ഈവൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അതിനെ കടത്തി കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു മീഡിയം ആവശ്യമാണ്. സോ പൈപ്സ് അവിടെയാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് എന്ന് പറയുമ്പോൾ നീണ്ടു നിൽക്കുന്ന രണ്ട് വശത്തും ഹോളുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അതിന് അതിൻ്റെതായ പല പ്രത്യേകതകളുമുണ്ട്. പൈപ്പിന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് വാൾ തിക്നെസ് ഉണ്ട്. അതിനോടൊപ്പം ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സ് ഉണ്ട്, ഫ്ലേഞ്ചസ് ഉണ്ട്, വാൽവ്സ് ഉണ്ട്, ഗ്യാസ്കറ്റ്സ് ഉണ്ട്, ഫാസ്റ്റനേഴ്സ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചേർന്നാണ് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് എന്ന മേഖല തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ചെന്നെത്തുന്ന കൂട്ടുകാരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും എന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതോടൊപ്പം ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പാത്വേ, അതായത് ഏതൊക്കെ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾ നേടേണ്ടത് ഇൻ ഓർഡർ ടു റീച്ച് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് എന്ന കാര്യം മനസ്സിലാക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചിലേഴ്സ് കോഴ്സാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിംഗുമാണ് ഒരു വലിയ ഡൊമൈൻ ആയിട്ടുള്ളത്. സോ ഈ രണ്ട് ബാച്ചിലേഴ്സ് ബി പഠിച്ച കൂട്ടുകാർക്കാണ് പൈപ്പിംഗ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ കരിയർ കണ്ടെത്താൻ പറ്റുന്നത്. ഇവരുടെ സബ്ജക്റ്റുകൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, മെറ്റീരിയൽ സയൻസ്, എഞ്ചിനീയറിംഗ് ഡിസൈൻ, അതോടൊപ്പം ഡ്രാഫ്റ്റിംഗ് സബ്ജക്റ്റുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയാലും കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആയാലും അവരെ പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ചെന്നെത്താൻ സഹായിക്കുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഉണ്ട്, സർട്ടിഫിക്കേഷൻസ് ഉണ്ട് അതർ ദാൻ ബാച്ചിലേഴ്സ് പ്രോഗ്രാം. പൈപ്പിംഗ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട്, സ്ട്രെസ് അനാലിസിസ്, പൈപ്പ് സപ്പോർട്ട് ഡിസൈൻ, കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ASME, API പോലുള്ള ബോഡീസിൽ നിന്ന് വരുന്ന കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, ഡിപ്ലോമ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൽ കൂടി നേടുന്ന ക്വാളിഫിക്കേഷനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സോ ഈ ക്വാളിഫിക്കേഷൻസ് അലോങ് വിത്ത് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോബിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നുണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാംസിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് 4 വർഷമാണ്, ആസ് വിത്ത് എനി എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. പക്ഷേ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് എന്നുള്ളത് ഏതാനും ആഴ്ചകൾ മുതൽ ചില മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി അത്ര നിർബന്ധമല്ല, ഓപ്ഷനിലാണ്. തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് ഡിഗ്രി നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ്, മാസ്റ്റർ ഓഫ് ടെക്നോളജി പോലുള്ള പ്രോഗ്രാമാണ് നല്ലത്. ഇതിൽ പൈപ്പിംഗ് ഡിസൈൻ, അതോടൊപ്പം എഞ്ചിനീയറിംഗ് മേഖല, കെമിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫോക്കസ് ടു പൈപ്പിംഗ് എന്നൊക്കെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ജോലി നേടാൻ നിങ്ങളെ സഹായിക്കും. ഇനി കരിയർ പാത്തും അതോടൊപ്പം റോൾസും നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ലെവലിലുള്ള ജോബുകളാണ് കാണാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തേത് എൻട്രി ലെവൽ റോൾസ് ആണ്. സോ പൈപ്പിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ പൈപ്പിംഗ് ഡിസൈനർ, അതോടൊപ്പം പൈപ്പിംഗ് സ്ട്രെസ് എഞ്ചിനീയർ പോലുള്ള ജോബുകളാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. പൈപ്പിംഗ് എഞ്ചിനീയർ അതോടൊപ്പം ഡിസൈനർ ആണെങ്കിൽ പൈപ്പിംഗ് സിസ്റ്റത്തിന്റെ ഡിസൈൻ ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. CAD ടൂൾസും, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ടൂൾസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്ട് റിക്വയർമെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്നതാണ്. അതല്ല പൈപ്പിംഗ് സ്ട്രെസ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെ മെയിനായിട്ട് ഫോക്കസ് എന്നുള്ളത് സ്ട്രെസ് അനാലിസിസ് ചെയ്യുകയാണ് ഈ പൈപ്പിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുകളെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുക, ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതും നിങ്ങളെ ഈ കരിയർ മേഖലയിൽ വളരാൻ സഹായിക്കും. രണ്ടാമത്തേത് മിഡ് ലെവൽ റോളാണ്. ഇവിടെ ലീഡ് പൈപ്പിംഗ് എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, അതോടൊപ്പം പൈപ്പിംഗ് മെറ്റീരിയൽ എഞ്ചിനീയർ എന്നുള്ള 3 തസ്തികകളാണ് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. ലീഡ് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സിനെയും ഡിസൈനേഴ്സിന്റെയും ടീമിനെ മാനേജ് ചെയ്യുക, അതോടൊപ്പം എൻ്റയർ ഡിസൈൻ പ്രോസസ്സിൽ ഒരു സൂപ്പർവിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ റോളായിട്ടുള്ളത്. പക്ഷേ പ്രൊജക്ട് എഞ്ചിനീയേഴ്സിന്റെ കാര്യമാണെങ്കിൽ അവർ പൈപ്പിംഗ് പ്രൊജക്ട് അതോടൊപ്പം ഡിസൈൻ ഇംപ്ലിമെന്റേഷന്റെ കാര്യങ്ങളിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സും പല
പ്രോസസ്സിനെയും ഏകോപിപ്പിക്കുകയും കോർഡിനേറ്റ് ചെയ്യുന്നതിലും ക്രിട്ടിക്കൽ റോൾ നേടിയെടുക്കുന്നുണ്ട്. പൈപ്പിംഗ് മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഈ പൈപ്പിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയായിരിക്കണം, ഏതൊക്കെ അപ്ലിക്കേഷൻസിലായിരിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പൈപ്പുകളിൽ ഏതൊക്കെ കണ്ടീഷനിലുള്ള മെറ്റീരിയലുകൾ ആയിരിക്കണം, ടെസ്റ്റുകളായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ടെമ്പറേച്ചർ, പ്രഷർ, അതോടൊപ്പം ഡിഫറെൻറ്റ് ഫ്ലൂയിഡ് ടൈപ്സ്, ഈ പൈപ്പിൽ കൂടി ഒഴുകി നടക്കുന്ന ഫ്ലൂയിഡ്സിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷനുമാണ് പൈപ്പിംഗ് മെറ്റീരിയൽ എഞ്ചിനീയേഴ്സിൻ്റെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ലെവൽ സീനിയർ ലെവൽ റോൾസ് ആണ്. പൈപ്പിംഗ് പ്രൊജക്ട് മാനേജർ, പൈപ്പിംഗ് കൺസൾട്ടന്റ്, അതോടൊപ്പം പൈപ്പിംഗ് കൺസ്ട്രക്ഷൻ മാനേജർ എന്നുള്ള 3 മെയിൻ തസ്തികകളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. സോ പൈപ്പിംഗ് പ്രൊജക്ട് മാനേജേഴ്സ് ആണെങ്കിൽ ഇവർ പൈപ്പിംഗ് പ്രൊജക്ട്സിൻ്റെ ഓവറോൾ എക്സിക്യൂഷനും അതോടൊപ്പം ബഡ്ജറ്റിംഗ്, ഷെഡ്യൂളിംഗ്, റിസോഴ്സ് അലോക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ അവരുടെ താല്പര്യം കാണിക്കുമ്പോൾ, പൈപ്പിംഗ് കൺസൾട്ടൻസ് ആണെങ്കിൽ കോംപ്ലക്സ് പൈപ്പിംഗ് പ്രോബ്ലംസിൻ്റെ എക്സ്പേർട്ട് അഡ്വൈസും കൺസൾട്ടേഷൻസും നൽകുന്നുണ്ട്. പൈപ്പിംഗ് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആണെങ്കിൽ അവർ ഓവറോൾ പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഓവർസീ ചെയ്യുന്നുണ്ട്. ഇനി കീ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണ്. അതായത് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റീസ്, ചുമതല ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. സോ ആദ്യമായിട്ടുള്ളത് ഡിസൈൻ, അതോടൊപ്പം ലേ ഔട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഡ്രോയിങ്സ്, അതോടൊപ്പം പൈപ്പിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻ സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെയുള്ള അറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം. സ്ട്രെസ് അനാലിസിസ് ആണെങ്കിൽ പൈപ്പിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രെസ് കണ്ടീഷൻസും അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള ഒരു ധാരണയും, മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പൈപ്സ് ഫോർ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം കോംപ്ലയൻസും സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള അറിവും കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവും മികവും ഒക്കെ നിങ്ങൾക്ക് ഒരു നല്ല പൈപ്പിംഗ് എഞ്ചിനീയർ ആകാനും അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിൽ വളരാനും സഹായിക്കുന്നുണ്ട്. സ്കിൽസ്, അതോടൊപ്പം കോമ്പറ്റൻസ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സ്കില്ല് വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതോടൊപ്പം പ്രോബ്ലം സോൾവിങ് സ്കിൽസും വേണം. കുറച്ചും കൂടി ഡെപ്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് മെയിനായിട്ടും നിങ്ങൾക്ക് CAD, CAE ടൂൾസിൽ, സോഫ്റ്റ്വെയർ ടൂൾസിലുള്ള പ്രൊഫഷൻസിയും അതോടൊപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, മെറ്റീരിയൽ സയൻസ് സബ്ജക്റ്റുകളിലുള്ള അറിവും വേണം. അനലിറ്റിക്കൽ സ്കിൽസ് ആണെങ്കിൽ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ചെയ്യാൻ മെയിനായിട്ടും അനാലിസിസിലാണ്, സ്ട്രെസ് റിലേറ്റഡ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള കഴിവ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്കറിയാം, എന്ത്, എവിടെ, എങ്ങനെ പറയണം, എങ്ങനെ ടീം മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യണം, ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും വേണം. പ്രോബ്ലം സോൾവിങ് സ്കില്ലാണെങ്കിൽ മെയിനായിട്ടും ഡിസൈൻ, അതോടൊപ്പം ഓപ്പറേഷണൽ ഇഷ്യൂസിൽ നിങ്ങളെങ്ങനെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന കഴിവിനെയാണ് കാണിക്കുന്നത്. ഇനിയുള്ളത് ജോബ് പ്രോസ്പെക്ട്സും ഇൻഡസ്ട്രീസുമാണ്. നേരത്തെ ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ചിരുന്നു ഏതൊക്കെ ഫീൽഡുകളിലാണ് മെയിനായിട്ടും പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖല വേര് ചെന്നെത്തിയിട്ടുള്ളത് എന്ന്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡാണ് മെയിനായിട്ടും ഗൾഫ് കൺട്രീസിലും US-ലും കാനഡയിലുമൊക്കെ കൂടുതൽ ഓയിൽ എക്സ്പ്ലോറേഷൻ നടന്നു വരികയാണ്. ഫോസിൽ ഫ്യൂവൽസിന് ആൾട്ടർനേറ്റ് ഫ്യൂവൽസ് കണ്ടെത്തുകയാണെങ്കിൽ പോലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇന്നും തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ പൈപ്പിംഗ് എഞ്ചിനീയേഴ്സിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും, നല്ല ഒരു കരിയർ കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തത് പെട്രോ കെമിക്കൽ മേഖലയാണ്. കെമിക്കൽസിനെ പ്രോസസ്സ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളതും പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ വരുന്ന പ്രോസ്പെക്ട്സ് ആണ്. ഇനിയുള്ളത് പവർ ജനറേഷൻ ആണ്. കൂളിംഗ്, സ്റ്റീം, അതോടൊപ്പം ഡിഫറെൻറ്റ് പ്രോസസ് ഉൾക്കൊള്ളുന്ന പവർ പ്ലാന്റ്സ്, ഇതിനൊക്കെയുള്ള പൈപ്പിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ജോബ് പ്രോസ്പെക്ട്സ് പൈപ്പിംഗ് എഞ്ചിനീയേഴ്സിന്റെ കയ്യിലാണ്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും നമുക്ക് പൈപ്പിംഗ് എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ കണ്ടെത്താൻ പറ്റുന്നു. വാട്ടർ ട്രീറ്റ്മെന്റിൽ ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആണ് പൈപ്പിംഗ് സിസ്റ്റംസ് എന്നുള്ളത്. സോ ഇൻ കൺക്ലൂഷൻ, പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരു ഡൈനാമിക് കരിയർ മേഖലയാണ്. ഇതിന്റെ എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫോക്കസ് എന്നുള്ളത് ഡിഫറെൻറ്റ് ഫീൽഡിൽ വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് മേഖലയിലാണോ നിങ്ങളുടെ ഫോക്കസ് ചെന്നെത്താൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കണം. പൈപ്പിംഗ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷൻസ്, അതോടൊപ്പം എക്സ്പീരിയൻസ്, എക്സ്പെർട്ടീസ് ഇതൊക്കെ ചേരുമ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ല ഒരു കരിയർ നേടാനുള്ള സാഹചര്യം കൂടി വരുന്നു. അതോടൊപ്പം സ്പെഷ്യലൈസേഷൻ ആസ് വിത്ത് യുവർ എക്സ്പീരിയൻസ് നേടുകയാണെങ്കിൽ
നിങ്ങൾ അർഹിക്കുന്ന വളർച്ചയും മികവും പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിലും നിങ്ങൾക്ക് നേടാൻ പറ്റും. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പൈപ്പിംഗ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഒബ്വിയസ്ലി പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഡിഫറെൻറ്റ് കോഴ്സസും അതുമായി ബന്ധപ്പെട്ടുള്ള ഫീസും അതോടൊപ്പം ഏതൊക്കെ രീതിയിലുള്ള സാലറി സ്കെയിലാണ് നേടാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട്. ആ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 എപ്പിസോഡ് അവിടെ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.